ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. നമ്മുടെ 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് ടു വാച്ച് ദ സ്കൈ ആഫ്റ്റർ സൺസെറ്റ്. എന്ത് മനോഹരമാണല്ലേ സൺസെറ്റിന് ശേഷം നമുക്ക് സ്കൈനെയൊക്കെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി ഇറങ്ങി നമ്മുടെ ആകാശത്ത് നോക്കുമ്പോൾ നല്ല നല്ല നക്ഷത്രങ്ങൾ കാണാനായിട്ട്. ഇല്ലേ, എല്ലാവർക്കും അതൊരു ഓൾമോസ്റ്റ് ഇഷ്ടമാണ്. അത് കാണുമ്പോൾ നമുക്ക് വളരെ മനസ്സിനായാലും നല്ല പീസ്ഫുൾ ആയിരിക്കും അല്ലേ നമ്മളെ മൈൻഡൊക്കെ. ഓക്കെ, വൺ കുഡ് ഫസ്റ്റ് നോട്ടീസ് വൺ ഓർ ടു ബ്രൈറ്റ് ഡോട്ട് ഷൈനിങ് ഇൻ ദ സ്കൈ. നമുക്ക് നോക്കുമ്പോൾ എന്താണെന്ന് തോന്നുന്നു, എപ്പോഴെങ്കിലും ഒരു സ്കൈ അല്ലെങ്കിൽ ഒരു നക്ഷത്രം നല്ല ഷൈനിങ് ആയിട്ട് ഇങ്ങനെ വെട്ടിത്തിളഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ യു വുഡ് സീ ദ നമ്പർ ഓഫ് ഇൻക്രീസിങ്, യു കാൺ കൗണ്ട് ദം എനിമോർ. നമുക്ക് ആദ്യം 1, 2 നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ എന്താണ്, 1ൽ കൂടുതൽ നമുക്കതിന് കൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോലും തന്നെ പറ്റുന്നതല്ല. The while sky is filled with tiny shining objects, some are bright, other than dim it seen in the sky. It is adorned with a diamond. They studded with diamonds. They all appear to be twinkles. എന്താണ്, നല്ല രീതിയിൽ ചില സ്റ്റാർസ് ഒക്കെ ഭയങ്കര തിന്നായിരിക്കും, ടൈനി ഷൈനിങ് ആണല്ലേ, വളരെ ചെറുതാണ്, ഭയങ്കര ഷൈനിങ് ആയിരിക്കും. പക്ഷെ ചിലത് എന്തായിരിക്കും, ഡിം ആയിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് നോക്കുമ്പോൾ എന്തായിട്ട് തോന്നും, ചെറിയ ലൈക്ക് ഡയമണ്ട്, ട്വിങ്കിൾ സ്റ്റാർ എന്ന് പറയുന്നത് ഡയമണ്ട്സ്. വി കോൾ like diamonds. But if you look them carefully, you will notice that some of them are not twinkling, as others are simply glow without any filter, just like a moon shining. ബട്ട് നമ്മൾ അതിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചിലത് ഭയങ്കര സിമ്പിൾ ഗ്ലോ ആയിരിക്കും, പക്ഷെ ഒരു വിത്തൗട്ട് ഫിൽറ്റർ ഒന്നും ഇല്ലാതെ, ഒരു ഇതും തന്നെ ഇല്ലാതെ നമ്മുടെ ഷൈനിൻ്റെ നമ്മുടെ മൂണിൻ്റെ ഷൈൻസ് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കാം. എലോങ് വിത്ത് ദിസ് ബ്രൈറ്റ് ഒബ്ജക്റ്റ് യു മേ ആൾസോ സീ വിത്ത് ദ മൂൺ ഓഫ് ദ ഡേ. It may however appear at a different time in different shapes and different positions. ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ചില സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് കേട്ടോ അതൊക്കെ. ചിലതൊക്കെ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, ചിലത് പല രീതിയിലായിരിക്കാം കാണുന്നത്, ചില പല സൈസിലാവാം നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത്. ചിലതൊക്കെ ഭയങ്കര വളരെ ഷേപ്സൊക്കെ വളരെ ഡിഫറെൻ്റ് ആയി. ചിലത് കാണുമ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ ഷേപ്പിൽ തോന്നും, ചിലത് കാണുമ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ തോന്നും, ചിലത് കാണുമ്പോൾ നമുക്ക് ഡോട്ടിൻ്റെ ഷേപ്പിൽ തോന്നും. സോ അതൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോട്ടീസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഇതൊക്കെ എങ്ങനെയാണ് നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത്. You may see the full moon only once about the month's time in a full moon night or പൂർണിമ. നമുക്ക് ഫുൾ മൂൺ കാണാൻ പറ്റുന്നത് എപ്പോഴാണ് രാത്രി പൂർണിമ ടൈമിൽ മാത്രമായിരിക്കും, ചില മന്ത്സിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്ന. എ ഫോർട്ട്നൈറ്റ് ലേറ്റർ യു കനോട്ട് സീ ഇറ്റ് ഓൾ ടൈം. നമുക്ക് എപ്പോഴും അത് ഫുൾ മൂൺ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇറ്റ് ഈസ് എ ന്യൂ മൂൺ നൈറ്റ് ആൻഡ് അമാവാസി, അല്ലെങ്കിൽ ന്യൂ മൂൺ നൈറ്റ് അല്ലെങ്കിൽ അമാവാസി എന്നായിരിക്കും നമുക്ക് ഫുൾ മൂൺ കാണാൻ വേണ്ടി സാധിക്കുന്നത്. On this day, you can watch the night sky best provided it is a clear night. രാത്രി ക്ലിയർ ആയിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും. Do you wonder why can't we see the moon and all those bright tiny objects during daytime? അപ്പോൾ ഇത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് ഈ ഡേ ടൈമിലൊന്നും ഈ സണ്ണോ മൂണോ ഒന്നും തന്നെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. സണ്ണല്ല, സ്റ്റാർ മൂണൊന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. Why? Because it's appear on the night. It is because very bright light both the sun does not allow it to see the bright object of the night sky. എന്തുകൊണ്ടാണ്, നമ്മുടെ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് തന്നെ നമുക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് പകൽ സമയത്ത് എന്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല, നക്ഷത്രമോ മൂണിനെയോ കാണാനായിട്ട് സാധിക്കുന്നില്ല. The sun, the moon and all those objects shining in the night sky are called crystal bodies. ഇതിനെന്ത് നമ്മൾ പറയുന്നു, crystals bodies എന്ന് പറയുന്നു. Some crystal bodies are very big and hot. They are made up by the gases and they have their own heat and light with which they limit in a large amount. These crystal bodies are called stars in the sun in a star. അതുകൊണ്ട് ഇതിനെ പറയുന്നത് ക്രിസ്റ്റൽ ബോഡീസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വാട്ട് ഈസ് ക്രിസ്റ്റൽ ബോഡീസ് എന്ന് ചോദിക്കുക എന്താണ്, അതിൻ്റെ ആൻസർ തന്നെ എന്താണ്, സം ക്രിസ്റ്റൽ ബോഡീസ് ആർ വെരി ബിഗ് ആൻഡ് ഹോട്ട്. ചിലത് എന്താണ്, വളരെ ബിഗും ഹോട്ടുമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്താണ്, ദേ ഫിൽഡ് വിത്ത് ഗ്യാസസ് ആൻഡ് ദെയർ ഓൺ ഹീറ്റ്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഗ്യാസും അതിൻ്റെ അകത്ത് തന്നെ ദെയർ ഓൺ ഹീറ്റും കാണുന്നതായിരിക്കും. പക്ഷെ അതെന്തായിരിക്കും, ചെറിയൊരു ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കാം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിസ്റ്റൽ ബോഡീസ് ആർ കോൾഡ് സ്റ്റാർസ്. അതിനെന്താണ് നമ്മൾ പറയുന്നത്, സൺ ഈസ് എ സ്റ്റാർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്,
countless twinkling stars in the night sky are similar to the sun, but we do not feel their heat or light, and they look like so tiny because they are very far from us. നമുക്ക് ദൂരം നോക്കുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് വളരെ ടിന്നിയാണ്, വളരെ ടൈനിയാണ് അത്. വെരി ഫാർ ഫ്രം അസ്, നമ്മളെക്കാൾ വളരെ വളരെ ദൂരത്താണത്. You must have noticed that all objects look smaller when seen from a distance. How small an aeroplane look like when it is flying off a great height. നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മൾ എയറോപ്ലെയിൻ പോകുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? വളരെ ചെറിയൊരു എയറോപ്ലെയിൻ പോകുന്ന പോലെ തോന്നുന്നത്. അതുപോലെയാണ് നമ്മുടെ സ്റ്റാർ നമുക്ക് ദൂരെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. While watching this night sky, you may notice various patterns formed by the different group of stars. These are called constellations. Ursa Major, Big or Big Bear, such as a constellations. One of the constellations, one of the most easily recognizable constellation is a Sapta 7 Rishi Sage. നമ്മൾ സപ്ത 7 സപ്ത ഋഷി എന്ന് നമുക്ക് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് പാറ്റേൺ എന്താണ്? കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. That forms a pattern of a Ursa Major constellation. In ancient time ആണ് കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ Ursa Major ഫോം നമ്മൾ ആ ഒരു പേര് ഡിറ്റർമൈൻഡ് ചെയ്യുന്നത്. The direction during the night is a help of the star. ഇതെന്തായിരുന്നു പണ്ട് ഏഷ്യൻ ഈജിപ്റ്റ് കാലഘട്ടത്ത് നമ്മൾ ചന്ദ്രൻ്റെ ദിക്കിലോട്ട് നമ്മൾ വഴിതെളിച്ച് പോകുന്നതും നമ്മുടെ സ്റ്റാർ നമുക്ക് വഴി കാട്ടും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സിമിലർ വേ ആണ്. ദ നോർത്ത് സ്റ്റാർ ഇൻഡിക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ ഈസ് ആൾസോ കോൾഡ് പോൾ സ്റ്റാർ. നോർത്ത് സ്റ്റാറിനെ നമ്മൾ എന്ത് പറയുന്നു? പോൾ സ്റ്റാർ. ഇൻഡിക്കേഷൻ ടു ദ നോർത്ത് ഡയറക്ഷനിൽ കാണിക്കാൻ നമ്മൾ എന്താ പറയുന്നതിനെ പോൾ സ്റ്റാർ എന്ന് പറയുന്നു. ഇറ്റ് ഓൾവേസ് റിമെയിൻ ദ സെയിം പൊസിഷൻ, പക്ഷേ സെയിം പൊസിഷൻ ഓഫ് ദ സ്കൈ. വി ക്യാൻ ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദിസ് പോൾ സ്റ്റാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സപ്തഋഷി. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? സപ്തഋഷിയുടെ സഹായത്തോടെയാണ് നമുക്ക് പോൾ സ്റ്റാറും നോർത്ത് സ്റ്റാറും സൗത്ത് സ്റ്റാറും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സം ക്രിസ്റ്റൽ ബോഡീസ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദേ ആർ ലിറ്റ് ബൈ എ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. ചില ക്രിസ്റ്റൽ ബോഡീസിന് അതിൻ്റെ ഹീറ്റിംഗ് കാണത്തില്ല, അതിൻ്റെ അകത്ത് ഗ്യാസും കാണത്തില്ല. ദേ ഫിൽഡ് വിത്ത് ലൈക്ക് എയർ ബലൂൺസ്. ഓക്കെ, ബോഡീസ് ആർ കോൾഡ് പ്ലാനറ്റ്. The word planet comes from the Greek. Planets എന്ന വേർഡ് വന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. പ്ലാറ്റിയ, which means wonder. The earth which we live in, the planet is a get all the heat and light from the sun which is nearest to the star. If you look at the earth from the great distance, say the moon, it appear to be shining just like a moon. നമ്മൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് മൂണായാലും സ്റ്റാർ ആയാലും നമുക്ക് എന്താണ്? It's be looking like a great shining. The moon that we see in the sky is satellite. It is a companion of our earth and move around it like our earth. There are 7 other planets that get heat and light from the sun. നമ്മുടെ പ്ലാനറ്റ്സ് എത്രയുണ്ട് നമുക്കറിയില്ല. 7 പ്ലാനറ്റ്സ് ഉണ്ടല്ലേ. സോ അതിനകത്ത് എന്താണ്? ചിലതിനകത്ത് ലൈറ്റും ഹീറ്റും ഗ്യാസും എല്ലാം തന്നെ ഫിൽഡാണ്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe my channel. The next part is uploading on the next video. Thank you.